ശ്രീ എ വി മോഹനൻ, ഡൽഹി, മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ്, ചെന്നൈ, ഗോവ, കൊച്ചി, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങും കാർഗോയുമാണ് തുർക്കി കമ്പനിയായ സെലബി കൈകാര്യം ചെയ്യുന്നത്. 7,800 ജീവനക്കാർ, 58,000 ഫ്ലൈറ്റുകൾ, 5,40,000 ടൺ കാർഗോ, ഇതൊക്കെയാണ് സെലബിയുടെ ശക്തി. നമുക്കറിയാവുന്നതുപോലെ സെൻസിറ്റീവും തന്ത്രപ്രധാനവുമായ ഏരിയയാണ് നമ്മുടെ വിമാനത്താവളങ്ങൾ. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭാരതത്തിൻ്റെ ശത്രുവാണ് തുർക്കി എന്ന് ഇതിനകം വെളിപ്പെട്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ടർക്കിഷ് സെലബി തുടരുന്നത് നമ്മുടെ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയല്ലേ? ഞാൻ എൻ്റെ ഏവിയേഷൻ എക്സ്പീരിയൻസ് 33 വർഷത്തെ ഈ വ്യോമ ഗതാഗത വകുപ്പിൽ എനിക്ക് പരിചയമുണ്ട്. അപ്പൊ എൻ്റെ പരിചയം വെച്ച് നമ്മളുടെ എയർപോർട്ട്, ടാർമാക്ക്, അതുപോലുള്ള സെൻസിറ്റീവ് ഏരിയയിൽ നമ്മളുടെ ശത്രു രാജ്യത്തുള്ളവർ തന്നെ അവിടെ വെച്ച് പണിയെടുത്ത് പൈസ ഉണ്ടാക്കി നമുക്കെതിരെ ഉപയോഗിക്കാനുള്ള റോക്കറ്റ്, ബോംബ്, അത് സാധനങ്ങൾ, പല സാധനങ്ങൾ ഉണ്ടാക്കി പാകിസ്ഥാന് കൊടുത്ത് അവർ നമ്മൾക്കെതിരെ പ്രയോഗിക്കുന്ന ഇത് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിന്റെ രാജ്യസുരക്ഷനെ ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ശ്രീ എ വി മോഹനൻ, ഈ സെലബിയുടെ ഒരു പശ്ചാത്തലം, അതിൻ്റെ ഒരു ബ്രീഫാണ്, ഒരു സംക്ഷിപ്ത രൂപമാണ് ഞാൻ ആമുഖത്തിൽ പറഞ്ഞത്. സെലബി എത്ര വർഷമായി നമ്മുടെ രാജ്യത്തെ ഈ പ്രധാന വിമാനത്താവളങ്ങളുടെ ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങും അതുപോലെ കാർഗോയും കൈകാര്യം ചെയ്യുന്നു? ഇവരുടെ പ്രവർത്തനം സംശയാസ്പദമായി താങ്കൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായും അനുഭവപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും എനിക്കുള്ള അനുഭവം ഞാൻ പറയാം. ഞാൻ നമ്മളുടെ ഏവിയേഷൻ ഫീൽഡില് ഈ ടർക്കിഷ് കമ്പനി പല പേരിലും ഉള്ളിൽ കയറിയിട്ടുണ്ട്. അതായത് സെലിബി മാത്രമല്ല, ഹവാസ് എന്ന് പറഞ്ഞ ഒരു കമ്പനി കൂടെ ഇതില് അവർ ജോയിൻ ചെയ്ത് പല ജോയിന്റ് വെഞ്ചറുകളിലും പല സ്ഥലത്തും അവർ മെയിനായിട്ട് എയിം വെക്കുന്നത് നമ്മളുടെ ഏവിയേഷൻ ഫീൽഡ് മാത്രമാണ്. അല്ലാതെ നമ്മളുടെ മറ്റുള്ള മെഡിക്കൽ ഫീൽഡ്, മറ്റുള്ള ഫീൽഡ് ഒന്നും അവർ കൈവെക്കുന്നില്ല. ഏവിയേഷൻ ഫീൽഡിൽ തന്നെ കൈവെക്കുന്നത് കൊണ്ട് ഈ കമ്പനിയുടെ പ്രവർത്തനം വളരെ വളരെ നമ്മുടെ രാജ്യരക്ഷയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഇത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇത് 2010 2010 മൻമോഹൻ ഗവൺമെന്റ് ആണെന്ന് തോന്നുന്നു. ആ സമയത്താണ് ഈ തുർക്കി കമ്പനിക്ക് ഇവിടെ പരമാധികാരം കൊടുത്ത് ഇന്ത്യയിലുള്ള എല്ലാ എയർപോർട്ടിനകത്തും സ്വൈരവിഹാരം നടത്താനുള്ള അധികാരം കൊടുത്തത് ആ ഗവൺമെന്റിന്റെ സമയത്താണ്. ഈ ഗവൺമെന്റ് ഇന്നെങ്കിലും പരിശോധിക്കണം. ശരിക്കും പറഞ്ഞ ഈ ടർക്കിഷ് കമ്പനി വേറെ ഒരു ഫീൽഡിലും ഇല്ല, നമ്മുടെ ഏവിയേഷൻ ഫീൽഡിൽ മാത്രമാണ് ഉള്ളത്. അല്ല, ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങിലും അതുപോലെ കാർഗോയിലും നമ്മുടേതായിട്ടുള്ള സംവിധാനങ്ങൾ ഇല്ലേ? ഇപ്പം നോക്കൂ, എല്ലാം തദ്ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ ഈ നമുക്ക് അനുഭവപ്പെട്ടതാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ പോലും തദ്ദേശീയമായിട്ടുള്ള ചില സംവിധാനങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഭാരതം ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലേ? നമുക്ക് നമ്മുടേതായിട്ടുള്ള സംവിധാനങ്ങൾ ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങിലും അതുപോലെ കാർഗോ കൈകാര്യം ചെയ്യുന്നതിലും ഇല്ലേ? തീർച്ചയായും ഉണ്ട്. എയർ ഇന്ത്യ എയർപോർട്ട് ഹാൻഡ്ലിംഗ് സർവീസസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ് എയർ ഇന്ത്യയുടെ തന്നെ ഒരു വിഭാഗം നമ്മൾക്ക് ഇപ്പോഴും നിലവിലുണ്ട്. അതും പരിപൂർണമായി ഗവൺമെന്റിന്റെ അധീനതയിലാണ്. അതിന് ടാറ്റയ്ക്ക് വിറ്റിട്ടില്ല, ഒരു കമ്പനിക്കും വിറ്റിട്ടില്ല. ഈ കമ്പനിക്ക് ഇന്ത്യയിലുള്ള ഏകദേശം 170 എയർപോർട്ടുകളിൽ സുസജ്ജമായ സജ്ജീകരണങ്ങളും പ്രവർത്തന സാഹചര്യങ്ങളും കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥരും എക്യുപ്മെന്റ്സും എല്ലാം ഉണ്ട്.